2020 ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുംബൈയിൽ സ്വീകരണം അല്പസമയത്തിനുള്ളിൽ. മുംബൈയിൽ ഓപ്പൺ ബസ് റൈഡ്, വാങ്കഡയിൽ വിജയാഘോഷ ചടങ്ങ് തുടങ്ങി വിപുലമായ ആഘോഷമാണ് BCCI ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളും അവലോകനങ്ങളുമായി സജീഷ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും. സജീഷ, ആവേശവും അഭിമാനവും ഒരുപോലെ ഒരുമിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ആഘോഷ പരിപാടികൾക്ക് എപ്പോൾ തുടക്കമാകും? എങ്ങനെയാണ് ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അസിത, ഏറെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഒരു ലോക കിരീടം എത്തുന്നത്. കാരണം നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ഇന്ന്. കരീബിയൻ ചുഴലിക്കാറ്റിൽപ്പെട്ട് 2-3 ദിവസമായിട്ട് ഇന്ത്യൻ ടീമിന് ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ ദില്ലി വിമാനത്താവളത്തിൽ എത്തിയ ആ സമയം മുതൽ ഏറെ ആഹ്ലാദത്തിലാണ് ഇപ്പോൾ നമ്മുടെ ക്രിക്കറ്റ് പ്രേമികൾ നിൽക്കുന്നത്. അതുമാത്രമല്ല, രാവിലെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച ശേഷം, പ്രധാനമന്ത്രിയോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം മുംബൈയിലേക്ക് എത്തിയ ഇന്ത്യൻ ടീമിനെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് മറൈൻ ഡ്രൈവിൽ നിന്ന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മളെ ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് പ്രേമികളും ഓരോ ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയത്തിൽ എന്നും വളരെയധികം മനസ്സിൽ ഒരുപാട് മത്സരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. അതിലേക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ വരുന്നത്. അതുമാത്രമല്ല, കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ 11 വർഷങ്ങൾക്ക് മുമ്പ് MS ധോണിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ഒരു ലോക കിരീടം ഇന്ത്യക്ക് കിട്ടുന്നത്. അതിനു മുമ്പ് 14 വർഷം മുമ്പ് ഒരു 2020 ലോകകപ്പ് കിരീടവും ഇന്ത്യക്ക് കിട്ടി. 1983 കപിലിൻ്റെ ചെകുത്താന്മാർ എന്നറിയപ്പെടുന്ന സംഘവും കൂടി ഇന്ത്യക്ക് ലോകകപ്പ് കൊണ്ടുവന്നു. അങ്ങനെ ഒത്തിരി കാലത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാമാണ് രോഹിത് ശർമ്മയും കൂട്ടരും ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയതോടുകൂടിയുള്ള ക്രിക്കറ്റ് പ്രേമികളെ വരവേറ്റുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, രാവിലെ എത്തിയ ശേഷം തന്നെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ബുംറ, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർ, എല്ലാ ടീം അംഗങ്ങളും, നമ്മൾ മലയാളിയായ സഞ്ജു സാംസൺ വരെ രാവിലെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ എത്തി. അതുമാത്രമല്ല, നാട്ടിലേക്ക് വരുന്ന വിമാനത്തിൽ സൂര്യകുമാർ യാദവിനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ രോഹിത് ശർമ്മ പങ്കുവച്ചിരുന്നു, നാട്ടിലേക്ക് വരുന്നു പറഞ്ഞ്. അങ്ങനെ ഏറെ ആവേശം. നമ്മളിപ്പോൾ റോഡുകളെല്ലാം നോക്കിയാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, അത്രയേറെ ആൾക്കൂട്ടങ്ങളും കായിക പ്രേമികളുമാണ് ഇന്ത്യൻ ടീമിനെ വരവേൽക്കാനായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത്. അസിത.